ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇത് നമുക്ക് ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം ആണ് എങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോമിൽ തരില്ല, അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ട് ചെയ്യും. പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, എല്ലാം ചെയ്യാൻ പറ്റില്ല. പോളിനോമിയൽ ബൈ പോളിനോമിയൽ ആയിരിക്കണം. അപ്പോൾ റൂട്ട് അതൊന്നും വരാൻ പാടില്ല, സൈന് കോസ് അതൊന്നും പാടില്ല. പോളിനോമിയൽ ബൈ പോളിനോമിയൽ. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് ടൈപ്പ് 1 ആണ്. ന്യൂമറേറ്റർ എക്സിൻ്റെ ടേമിനേക്കാളും കൂടുതൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ഒന്നുകൂടി പറയാം. പോളിനോമിയൽ ബൈ പോളിനോമിയൽ ആയിരിക്കണം, ശരിയാണ്. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം ആയിരിക്കണം, ശരിയാണ്. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവായിരിക്കണം ന്യൂമറേറ്ററിൻ്റെ പവർ. എല്ലാ ടൈപ്പിലും അത് ബാധകമാണ്. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവ് തന്നെ വരണം ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ ആണല്ലോ, ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എക്സ് സ്ക്വയർ കിട്ടുമല്ലോ. അപ്പോൾ എക്സ് സ്ക്വയറിനേക്കാളും കുറവ് പവർ മതി ന്യൂമറേറ്റർ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിനേക്കാളും കുറവ് പവറാണല്ലോ. അപ്പോൾ 3 കാര്യങ്ങൾ മറക്കണ്ട. എല്ലാ ടൈപ്പ് പാർഷ്യൽ ഫ്രാക്ഷനിലും ഇത് കോമൺ ആണ്. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും 1 കുറവായിരിക്കണം ന്യൂമറേറ്റർ. 1 കുറവല്ല, ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവായിരിക്കണം ന്യൂമറേറ്റർ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ നമ്മൾ ആദ്യം തന്നെ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. ഇൻ്റഗ്രേഷനൊക്കെ അതിന് ശേഷം മതി. നമ്മളിതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയാമോ? ടൈപ്പ് 1 ആണ്. 2 ഫാക്ടറുള്ളൂ. എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. എയും ബിയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ എളുപ്പമാവും അല്ലേ? എയും ബിയും എന്തോ കോൺസ്റ്റൻ്റ് ആണ്, അതറിയില്ല എന്താണെന്ന്, അത് കാണണം. റൈറ്റ് സൈഡ് ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ. എ ഇൻറ്റു എക്സ് പ്ലസ് 2 ആദ്യം എഴുതാം. എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1, ബി ഇൻറ്റു എക്സ് പ്ലസ് 1. ഇതിങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കുമല്ലോ കിട്ടുന്ന ന്യൂമറേറ്റർ. റൈറ്റ് സൈഡ് ആഡ് ചെയ്താൽ കിട്ടുന്ന ന്യൂമറേറ്റർ ഇതാണ്. ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്ററിനോട് ഇക്വേറ്റ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ന്യൂമറേറ്റർ എന്താണോ അത് തന്നെയാണല്ലോ ലെഫ്റ്റ് സൈഡിലത്തെ ന്യൂമറേറ്റർ. ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് എയും ബിയും ആണ് വേണ്ടത് അല്ലേ? എയും ബിയും കിട്ടണമെങ്കിൽ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് ഇല്ലേ? എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഇത് 0 ആക്കാൻ വേണ്ടി എക്സിന് നമുക്ക് -2 കൊടുക്കാം. ഇതിനെ 0 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് -2 കൊടുക്കാം. അതിനെ 0 ആക്കണം എന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം -2 + 2 0 ആയി പോകും. ഇതെന്തിനാണ് 0 ആക്കുന്നത്? കാരണം ഇത് പോയാലേ നമുക്ക് ബി കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം കാണുന്ന ടേം എന്താണോ അതിനെ 0 ആക്കാൻ എന്ത് കൊടുക്കണം? എക്സിന് -2 കൊടുക്കണം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സിന് -2 കൊടുക്കാൻ പോവാണ്. ഇത് 0 ആയിപ്പോയി. ബി ഇൻറ്റു -2 + 1 വരും ഇവിടെ. -2 + 1 എന്ന് പറഞ്ഞാൽ -1. റൈറ്റ് സൈഡിലും എക്സിന് -2 കൊടുക്കും. ലെഫ്റ്റ് സൈഡിൽ എക്സിന് -2 കൊടുത്താൽ റൈറ്റ് സൈഡിലും എക്സിന് -2 കൊടുക്കണം. അപ്പോൾ ബി എന്ത് വരും? -2 ഡിവൈഡഡ് ബൈ -1. -2 ഡിവൈഡ് ബൈ -1 2 ആണ്. ബി = 2 കിട്ടി. ഇനി എയും കൂടിയും വേണോ അല്ലേ? അപ്പോൾ ഇതിന് ഞാൻ 0 കൊടുത്തിട്ടല്ലേ ഇത് കിട്ടിയത്. എക്സ് പ്ലസ് 2 0 ആവണമെങ്കിൽ എക്സ് -2 വരണം അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ.
ഇനി നമ്മൾ എക്സ് പ്ലസ് വണ്ണിനെ സീറോ ആക്കാൻ വേണ്ടി എക്സിന് -1 കൊടുക്കുകയാണ്. എക്സിന് നമ്മൾ -1 കൊടുക്കുമ്പോൾ ഇത് പോകും ഇവിടുന്ന്. അങ്ങനെ നമുക്ക് എ കിട്ടുമല്ലോ. അപ്പോൾ എക്സിന് ഞാൻ -1 കൊടുത്താൽ എന്ത് വരും? എക്സിന് -1 കൊടുത്താൽ എ ഇൻറ്റു -1 + 2. എ ഇൻറ്റു -1 + 2 എന്ന് പറയുമ്പോൾ 1. ഇവിടെ -1 + 1 പോയി. അപ്പോൾ റൈറ്റ് സൈഡിലും എക്സിന് -1 കൊടുക്കണം. അപ്പോൾ റൈറ്റ് സൈഡ് -1 ആവും. അപ്പോൾ എ = -1. സോ നമ്മളെ ഇൻ്റഗ്രേഷൻ എന്താണ്? x/x+1 × x+2 ആണ് നമ്മളെ ഇൻ്റഗ്രേഷൻ. ഇത് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞത്? ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, a/x+1 + b/x+2. അതിൽ a എന്ന് പറയുമ്പോൾ -1 ആണ്. -1/x+1 പ്ലസ് b/x+2. b 2 ആയതുകൊണ്ട് 2/x+2 dx വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ -1/x+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 × log x+1 വരും. അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? 1/xൻ്റെ ഇൻ്റഗ്രൽ log x ആണല്ലോ, അതേപോലെ എഴുതിയതാ. 1/x+1 വരുമ്പോൾ log x+1 പ്ലസ് ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്, മാറ്റി നിർത്താം. ഇപ്പോൾ 1/x+2 ഉണ്ട്. 1/x+2 ഇൻ്റഗ്രൽ log x+2. ഇതാണ് ആൻസർ.